ഒരു 40 പേര് പൊക്കോ. ഇനി നമ്മളായിട്ട് തല്ലുണ്ടാക്കിയത് വേണ്ട. പോയിട്ട് വരാം. നിന്നെ ഞാൻ എപ്പോ വിളിച്ചതാ? അവിടെ ഇങ്ങോട്ട് വരണ്ടേ? അല്ലെങ്കിൽ നീ എപ്പോഴും ലേറ്റ് ആയിട്ട് വരും. എനിക്ക് എന്നോട് സംസാരിക്കണം, നീ പൊക്കോ. എന്റെ പൊന്നു ബേബി, ഈ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഇങ്ങോട്ടോക്കെ, ഈ സമയത്ത് ഇങ്ങനെ വാശ പിടിക്കല്ലേ. ശരി, കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റീഫനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ അവരോട് പറഞ്ഞാ? നീ എന്തിനാ വെറുതെ അവരോടൊക്കെ പറയാൻ വേണ്ടി പോയേ? നോക്കി അവൻ കൊളാക്കും. എടി, അവൻ കൊളവൊന്നും ആക്കത്തില്ല. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് വേണ്ടേ? അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പ്ലാൻ? ഞാൻ കൃത്യം 2 മണിക്ക് നിന്റെ വീട്ടിന് പോകില്ലാത്ത സ്റ്റീഫൻ കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പട്ടിയും പൂട്ടിയിട്ടിട്ട് പുറത്തോട്ട് ചാടിക്കോളാം. ലൈറ്റ് ഇടാൻ നിൽക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ നാളെ ഞാൻ മേടിച്ചെന്നില്ല ബർത്ത്ഡേക്ക് ആ ഡ്രസ്സ് ഇട്ട് വരൂ. തിളക്കമുള്ള സവാരിയാണോ? അത് ഞാൻ ഇട്ടിട്ട് വന്നിട്ട് വേണം ലൈറ്റ് അടിച്ച് അതിനെ തിളക്കം കണ്ട് നാട്ടുകാരും വീട്ടുകാരും വേണിച്ച് എന്നെ ചവിട്ടിക്കൂട്ടാൻ. അത് മോള് പറയുന്ന ദിവസം വേറൊരു ദിവസം ഞാൻ ഇട്ടുകൊണ്ട് വരാം. ഇന്ന് ഏതെങ്കിലും കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ വരാം. ഇറങ്ങി വരണേ. പോട്ടെ. ഹലോ എടി, ഞാൻ എത്തി. ഇറങ്ങി വാ. പിന്നെ അപ്പുറത്തുണ്ട്. ലൈറ്റ് ഇടല്ലേ, ലൈറ്റ് ഇടല്ലേ, ലൈറ്റ് ഇടല്ലേ. ഇപ്പൊ സമയത്രേ? സമയം നോക്കിയോടിക്കുള്ള സമയമാണോ ഇത്? ഇറങ്ങി കഴിഞ്ഞോട്ട്. ഇപ്പൊ സമയത്രേ? 2:15 കഴിഞ്ഞു കാണും. 2:15? 15 മിനിറ്റ് ലേറ്റാ. അല്ലെങ്കിൽ നീ ഇവിടെ കറക്റ്റ് സമയത്ത് എത്താറുണ്ടോ? നിന്റെ കൂടെ ഞാനിങ്ങനെ വരിക. പ്രോബ്ലം ഞാൻ നിന്റെ കൂടെ. നീ ഒറ്റയ്ക്ക് ഫോട്ടോ വിളിച്ചോടിക്കും. ബേബി വെള്ളം കുടിക്കേ. നമുക്ക് നാളെ തന്നെ വിളിച്ചോടി പോവാം. നാളെ ഒരാഴ്ച ഇവിടെ കഴിഞ്ഞിട്ട് പോരെ? പോണം, നാളെ തന്നെ പോണം. പോവാ പോവാ. കുട്ടിക്ക്